ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയെ, ഒരു MLA ഇങ്ങനെ പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയൊരു രാഷ്ട്രീയ ചേരി രൂപം കൊള്ളാനുള്ള സാധ്യതകൾ മറുഭാഗത്തുണ്ട്. PV അൻവറെ UDF-ൽ എത്തിക്കുമോ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നൊക്കെയുള്ള ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൃത്യമായി തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ള പ്രതികരണം PV അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണക്കറ്റ് വിമർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മുസ്ലിം വിരുദ്ധ നീക്കം എന്ന് അദ്ദേഹം വിമർശിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി കൂടി ഒരു വിമർശനമായി മാറുന്നുണ്ട്. അത് ഒട്ടേറെ മാനങ്ങളുള്ള ഒരു വിമർശനം കൂടിയാണ്. PV അൻവറിനെ ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിപിൻ, അങ്ങനെയെങ്കിലും ഒരു 1:30-2 മണിയെങ്കിലും ആകുമല്ലോ PV അൻവറെ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ? വിപിൻ, അതെ, അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും ഒരു 1:30-2 മണിയോട് കൂടിയായിരിക്കും തവനൂർ സബ് ജയിലിലേക്ക് എത്തിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം വളരെ അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയായിരുന്നു. കാരണം നിയമസഭയിൽ അടുത്ത ഈ വന നിയമ ഭേദഗതിക്കെതിരെയൊക്കെ സംസാരിക്കണം. അത് എത്രത്തോളം ശക്തമായിട്ട് പറയാൻ കഴിയുമോ അത്രത്തോളം ശക്തമായി പറയണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം കൂടി PV അൻവർ പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വന നിയമ ഭേദഗതിക്കെതിരെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിന്റെ ഒരു യോഗം ഇവിടെ നടക്കുന്നുണ്ട്, സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി അതിന്റെ യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വയനാട്ടിൽ നിന്ന് ആരംഭിച്ചതായിരുന്നു. ഇന്ന് എടക്കരയിലായിരുന്നു അതിന്റെ സമാപനം ഉണ്ടാകേണ്ടത്. അത് ഇന്ന് രാവിലത്തെ ഒരു പ്രസംഗത്തിന് ശേഷമാണ് ഈ ആദിവാസി യുവാവ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത് അറിയുകയും ആശുപത്രിയിലേക്ക് PV അൻവർ എത്തുകയും ചെയ്തത്. പിന്നീടാണ് ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ യാത്ര മാറ്റിവെക്കുകയായിരുന്നു. അത് ഇന്ന് ഉണ്ടാവുകയില്ല. അത് ഈ ഒരു മരണത്തെ ഉള്ളതുകൊണ്ട് ഇനി ഈ ഒരു യാത്ര ഉണ്ടാവുകയില്ല എന്ന് അറിയിച്ചു. പിന്നീട് DFOയുടെ ഓഫീസിലേക്ക് എത്തുകയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയുമായിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ ഇടയിലാണ് ഈ പറയുന്ന കേസിനാസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. ഒരു 10 പേർ പെട്ടെന്ന് തന്നെ DFO ഓഫീസിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. മുന്നിൽ ഒരു വലിയ ചില്ലാണ്. ആ ചില്ലിന്റെ പൂട്ട് തകർത്ത് അകത്തേക്ക് കയറിയ പ്രവർത്തകർ മുന്നിൽ ആദ്യം കണ്ട കസേരയും മേശയും ക്ലോക്കും എല്ലാം അടിച്ചു തകർത്തു. ഓഫീസ് റൂമിന്റെ ഒരു വാതിലിന്റെ ഒരു വശം അടിച്ചു തകർത്തു. ഇത്രയുമാണ് അവർ ചെയ്തത്. ഒരു 10 മിനിറ്റോളം അവിടെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴേക്കും നേതാക്കന്മാർ വരികയും ഇവരെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. കൂടുതൽ സമയം ഈ ഓഫീസ് അടിച്ചു തകർക്കാനോ അതിന്റെ സമയം നിൽക്കുകയോ ചെയ്തില്ല. ഈ 10 മിനിറ്റ് ശേഷം പോലീസ് ആ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ നിന്ന് കാൽനട ജാഥയായി ഈ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു PV അൻവർ ചെയ്തത്. ഇതാണ് ഒരു 11 മണി മുതൽ 12 മണിക്കിടയിൽ ഇന്ന് സംഭവിച്ചത്. ഇതാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇത് സംഭവിച്ചതിന് ശേഷം പിന്നീട് 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അവരെ റിമാൻഡിലാക്കുന്നു. വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയാണ് PV അൻവറിനെതിരെ ഒരു കേസുണ്ട്. അത് 1-ാം പ്രതിയാക്കി കേസെടുക്കുന്നു. ഉടൻ തന്നെ പോലീസുകാർ കൂട്ടത്തോടെ ഒതായിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു. പിന്നീട് നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ അറസ്റ്റിലാക്കുന്നു. റിമാൻഡിലേക്കും ഇപ്പോൾ അത് മാറുകയും ചെയ്യുന്നത്. ഇത് CPM-ന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നൊക്കെ പറയാവുന്ന PV അൻവർ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കടന്നൽ രാജ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏത് വിഷയത്തിലും ഈ ഒരു മലബാറിന്റെ ഒരു ഇടതുമുഖമായി തന്നെ അദ്ദേഹം നിലനിന്നിരുന്നു. ഈ സമയത്ത് ഇതിനൊക്കെ ശേഷമാണ് പെട്ടെന്നാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച വരികയും അതിലെ ആരോപണങ്ങൾ അത് ആദ്യം MR അജിത് കുമാറിലേക്കും പിന്നീട് സുജിത് ദാസിലേക്കും തുടങ്ങിയിട്ടുള്ള സുജിത് ദാസിന്റെ ഒരു മരമുറി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് ആദ്യ തുടക്കമുണ്ടായത്. അതിനുശേഷം അത് MR അജിത് കുമാറിലേക്ക് എത്തുന്നു. ഒരു വലിയ ലോബി ഈ സ്വർണ്ണക്കടത്തിന് പുറകിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പോലീസുകാരിലെ ഉന്നതർക്കെതിരെ നിരന്തര ആരോപണം ഉണ്ടായത് പെട്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്ക് എതിരെയുള്ള ആയുധമായി മാറുന്നത്. ഈ സ്വർണ്ണക്കടത്തിലടക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇതൊന്നും അറിയിക്കുന്നതിലേക്ക് ഒന്നും എത്തുന്നില്ല. അതായത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് പോലെ P. ശശി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വലിയ ആരോപണം PV അൻവർ ഉന്നയിച്ചത്. ഇതോടുകൂടിയാണ് പരസ്യമായിട്ടുള്ള പ്രതികരണം വിലക്കിക്കൊണ്ട് CPM സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്ത് വന്നത്. എന്നാൽ ഇത് ചെവിക്കൊള്ളാതെ വീണ്ടും വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് CPI ഇടതുപക്ഷത്തിന്റെ MLA എന്നുള്ള പദവി എടുത്തു കളയുകയും സ്വതന്ത്ര MLA ആയി നിൽക്കുകയും ചെയ്യുന്നത്. അന്ന് മുതൽ പല തരത്തിലുള്ള കേസുകൾ
പി വി അൻവറിനെതിരെ ക്ഷമിക്കണം പി വി അൻവറിനെതിരെ ഉണ്ടായിരുന്നു. അതിൽ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള കേസുകൾ എടുത്തിരുന്നു. പക്ഷെ അതൊന്നും തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയിരുന്നില്ല. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം തന്നെയാണ് ഇതിനു മുൻപും കേസെടുത്തിരുന്നത്. അതും അറസ്റ്റിലേക്കൊന്നും എത്തിയിരുന്നില്ല. പക്ഷേ ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള ഈ കേസിൽ ഇപ്പോൾ പോലീസ് വളരെ ധൃതി പിടിച്ച് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു വലിയ നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ UDF നേതാക്കളൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ MLA ഹാജരാകുമായിരുന്നു. MLA ഇവിടെ ഉള്ള ആള് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്രയേറെ ഒരു പോലീസിനെയൊക്കെ കൊണ്ടുവന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഇപ്പോൾ പി വി അൻവർ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു ദാവൂദ് ഇബ്രാഹിമിനെ പോലെ തന്നെ ഇങ്ങനെ വേട്ടയാടുന്നതിന് കാരണം താൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഇതിന് പിറകിലൊക്കെ ഉള്ളത് മുഖ്യമന്ത്രിയും ആദ്യം മുതൽ പറയുന്ന ആ നെക്സസ് ആണ് എന്നുള്ളതുമാണ് പറയുന്നത്. 2011 ഇവിടെ നിന്നത് മുതൽ ഏറനാടിൽ മത്സരിച്ചത് മുതൽ പി വി അൻവർ ഇടതുപക്ഷത്തിന് ഒപ്പമുണ്ട്. അത് 2016 ആവുമ്പോഴേക്കും കൂടുതൽ ശക്തമാകുന്നു. നിലമ്പൂരിന്റെ MLA ആവുന്നു. കോൺഗ്രസിന്റെ കടുത്ത മണ്ഡലമായ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്ന് പറയാവുന്ന നിലമ്പൂർ മണ്ഡലം അത് പിടിച്ചായിരുന്നു പി വി അൻവറിന്റെ ഒരു തേരോട്ടം ആരംഭിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പാർക്ക് വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ തടയിണ കെട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു നടപടിയും ഇത്തരത്തിൽ അനധികൃതമായ തടയിണ കെട്ടുന്നു, അനധികൃതമായ പാർക്ക് പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇതേ സർക്കാർ തന്നെ ഒരു തരത്തിലുള്ള നടപടിയും അന്ന് എടുത്തിരുന്നില്ല. അന്ന് ഇടതുപക്ഷത്തിന്റെ MLA ആയി തന്നെയാണ് അദ്ദേഹം നിലകൊണ്ടിരുന്നത്. സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിലടക്കം അത്രയേറെ സപ്പോർട്ടുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പി വി അൻവറിന് ലഭിച്ചുകൊണ്ടു വന്നു. ആ 2016 ആ വിജയം 2021 അതുപോലെ തന്നെ ആവർത്തിക്കാൻ അദ്ദേഹത്തിന് നിലമ്പൂരിൽ സാധിച്ചു. കോൺഗ്രസിന് മണ്ഡലം തിരിച്ചു പിടിക്കാനും സാധിച്ചില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് വരുന്നതും CPM സർക്കാരിന്റെ നേതൃത്വത്തിൽ അതിൽ മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയൻ അവരുടെ മക്കൾക്കൊക്കെ എതിരെയുള്ള വലിയ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ പി വി അൻവർ കടക്കുന്നതും പാർട്ടിക്ക് ഒരു ഇഷ്ടമല്ലാതായി മാറുകയൊക്കെ ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ അന്ന് മുതൽ ഉണ്ടായിരുന്ന ഒരു കേസെടുക്കലൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അല്ലെങ്കിൽ അത് പി വി അൻവറിനെതിരെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള തെളിവോടുകൂടി പോലീസ് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയാണ്. മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഒരു സുരക്ഷാ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ കടുത്ത സുരക്ഷയോടുകൂടി ആണ് ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്ക് പി വി അൻവറിനെ മാറ്റുന്നത്. ഒതായിയിലെ വീട്ടിൽ വെച്ചായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒതായി ഇറങ്ങുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏറനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ്. നിലമ്പൂരിൽ വെച്ച് അദ്ദേഹം DMKയുടെ വലിയ ഒരു റാലി നടത്തിയതാണ്. അന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ഒരു ജനകീയമായിട്ടുള്ള സമ്മേളനമൊക്കെ നടത്തിയതാണ്. അതിനുശേഷം ഏറനാടൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ അതേ സ്ഥലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ വകുപ്പുകൾ ചുമത്തിയാണ് നിർവഹണം തടസ്സപ്പെടുത്തുന്നു, പൊതുമുതൽ നശിപ്പിച്ചു. ഈ 2 വകുപ്പുകളാണ്. വിപിൻ, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. വിപിൻ സി വിജിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പി വി അൻവറെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്ക് 2 ആഴ്ചത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തവനൂർ സബ് ജയിലിലേക്കാണ് പി വി അൻവറെ ഇപ്പോൾ എത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അദ്ദേഹത്തെ നിലമ്പൂരിൽ നിന്നാണ് ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്ക് എത്തിക്കുന്നത്. മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലുണ്ടായ ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവർ MLA 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 11 പേർക്കെതിരെ കൂടി കേസുണ്ട്. പി വി അൻവർ MLA ആണ് 1-ാം പ്രതി. അവിടെ പൊതുമുതൽ നശിപ്പിച്ചു എന്നടക്കമുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല. അതുകൊണ്ട് തന്നെ താനിപ്പോൾ കോടതിയെ സമീപിക്കുന്നില്ല, ജാമ്യാപേക്ഷ നൽകുന്നില്ല എന്ന് പി വി അൻവർ വ്യക്തമാക്കിയിരുന്നു. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല. ഇനി നാളെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അങ്ങനെ പി വി അൻവർ MLA ജയിലിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. തവനൂർ സബ് ജയിലിലേക്കാണ് പി വി അൻവർ MLA ഇപ്പോൾ എത്തിക്കാൻ പോകുന്നത്. നിലമ്പൂരിൽ നിന്നുള്ള പോലീസ് വാഹനം ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്കുള്ള യാത്രയിലാണ്. ഒരു 1.5 മണിക്കൂറോളം എടുത്താണ് ആ വാഹനം സബ് ജയിലിൽ എത്തുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 75 കിലോമീറ്ററിലേറെ ദൂരമുണ്ട് നിലമ്പൂരിൽ നിന്ന് തവനൂരിലേക്ക്. മഞ്ചേരിയിൽ തൊട്ടടുത്ത് ജയിലുണ്ടെങ്കിലും അവിടേക്ക് അല്ല റിമാൻഡ് ചെയ്തത് അദ്ദേഹത്തെ തവനൂർ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. രാഷ്ട്രീയമായി തന്നെ ഏറെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇന്ന് രാത്രിയോടെ
ആരംഭിച്ചത്. PV അൻവർ MLA തേടി പോലീസ് സംഘം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. വലിയ പോലീസ് സന്നാഹമാണ് എത്തിയത്. അദ്ദേഹത്തെ അറസ്റ്റ് വിവരം അറിയിക്കുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു. തുടർന്ന് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംഭവങ്ങൾ കൂടി ഇന്ന് ഉണ്ടായി. PV അൻവർ MLA മുഖ്യമന്ത്രിയെയും P ശശിയെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിച്ചാൽ ഇത്തരത്തിലാണ് ഒരു MLAയ്ക്കും ഉണ്ടാകാവുന്ന അവസ്ഥ. അങ്ങനെയെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കും എന്നിങ്ങനെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ PV അൻവർ MLA നേരത്തെ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു. PV അൻവർ MLA 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും.